ഇത് നമുക്ക് 15 രൂപ. 15,000 രൂപ. യമഹേന്റെ ഉണ്ടല്ലോ ഇത്? യമഹേന്റെ ക്രക്സ്. അത് നമുക്ക് വരുന്ന പ്രൈസ് 15 രൂപ. 15,000 രൂപ കേട്ടോ. അടുത്ത് ഇത് 2022 സ്പ്ലെൻഡർ. 2022 മോഡൽ സ്പ്ലെൻഡർ. നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടി അല്ലേ? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ നമ്മുടെ കാലിക്കറ്റോടുള്ള മാനുക്കിനടുത്ത്. മാനുക്ക ഇപ്രാവശ്യം നമുക്ക് എങ്ങനെയാണ്? ഒരുപാട് വണ്ടികളുണ്ട്. R15, എക്സ്പൾസ്, തണ്ടർബേർഡ്, കുറെ വണ്ടികളുണ്ട്. നമുക്ക് ഏകദേശം എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രാവശ്യം? സ്റ്റാർട്ടിങ് 14 രൂപ മുതൽ സ്റ്റാർട്ടിങ്. 14,000 മുതൽ വണ്ടികൾ ഇപ്പോൾ നിലവിൽ സ്റ്റോക്കിലുണ്ട്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. R15 എങ്ങനെയാണ് കാറായിട്ട് വരുന്നത്? R15 2022. 2022 മോഡൽ R15 അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. V3X ആട്ടോ. കിലോമീറ്റർ 18,000 കിലോമീറ്റർ. 18,000 കിലോമീറ്ററുടെ വണ്ടിയാണ്. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 1,48,000. 1,48,000 R15 V3X. എക്സ്പൾസ് എങ്ങനെയാണ്? എക്സ്പൾസ് 2022. 2022 മോഡല്. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണറാ. എത്ര ഏകദേശം ഇവിടെ ഉണ്ടാവും? ഇത് നമുക്ക് 22 അങ്ങനത്തെ ഓടിയിട്ടുണ്ട്. 22,000 കിലോമീറ്റർ. എങ്ങനെ നമ്മുടെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 1,20,000. 1,20,000 രൂപ. ABS വരുന്ന ടൈപ്പ് ആട്ടോ. ABS വരുന്ന ടൈപ്പാണ്. അടുത്ത് ഇത് തണ്ടർബേർഡ് 2015. 2015 ഇത് 4V ആട്ടോ വണ്ടി വരുന്നത്. ഓ 4V ആണല്ലേ? 2V അല്ല, 4V. ഓക്കെ, അടുത്ത് ഇത് 2015. 2015 തണ്ടർബേർഡ് സിംഗിൾ ഓണർ വണ്ടിയാണ്. എത്ര ഓടിയ വണ്ടി? ഇത് ഓട്ടം 35 ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് വരുന്ന പ്രൈസ് 67,000 രൂപക്ക് തണ്ടർബേർഡ്. അലവിൽ കയറ്റി വണ്ടി കേട്ടോ. അലവിലൊക്കെ ഈ വണ്ടിയാണ്. അടുത്ത് ഇത് എൻഡോർക്ക് 2022. 2022 മോഡൽ എൻഡോർക്ക് അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. ഏകദേശം എത്ര ഓടി? 24,000 ഓടിയിട്ടുണ്ട്. 24,000 കിലോമീറ്റർ വണ്ടി. എങ്ങനെയൊക്കെ നമ്മളെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 75,000 രൂപക്ക്. ഈ ബർഗ്മാൻ എങ്ങനെയാണ്? ബർഗ്മാൻ 2020 ബർഗ്മാൻ അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. ഏകദേശം എത്ര ഓടി ഉണ്ടാവും? അത് ഓട്ടോ 50 ചോടാണ്. 45 അങ്ങനെ നമ്മളെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 58. 58,000 രൂപ കിട്ടോ. അതൊക്കെ നമ്മൾ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ. വണ്ടികൾക്ക് അടുത്ത് 2015 ക്ലാസിക്. 2015 ക്ലാസിക് ആണ്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർ ആണ്. എത്ര ഓടിയുണ്ട് വണ്ടി? ഏകദേശം 38,000 ഓടിയിട്ടുണ്ട്. എങ്ങനെയാ റേറ്റ് വരുന്നേക്കാ? ഇത് നമുക്ക് 64 രൂപ. 64,000 രൂപ ക്ലാസിക് കിട്ടോ. നല്ല വണ്ടിയാ, വൃത്തിയുള്ള വണ്ടിയാ. അടുത്ത് ഇത് 2019 ആക്സസ്. 19 ആക്സസ് ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടി. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. എത്ര ഓടി? അത് 2019 53. 53,000 കിലോമീറ്റർ ഓടിക്കുന്നത്. 53,000 കിലോമീറ്റർ അല്ല, 53,000 പ്രൈസ്. സോറി, 53,000. എങ്ങനെ ലോൺ ടയർ എങ്ങനെയാണ്? ഇത് നമുക്ക് 48 ലോൺ ചെയ്ത് കൊടുക്കാം. 48,000 രൂപ ലോൺ കയറുന്ന വണ്ടിയാണ് അല്ലേ? ബാക്കി ഒരു 4,000 5,000 നമുക്ക് ഇറക്കി കൊടുക്കാം. 5,000 വണ്ടി ഇറക്കാം. അടുത്ത് അത് വെസ്പ 2021. 2021 മോഡൽ വെസ്പ അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. 22,000 കിലോമീറ്റർ. എങ്ങനെയാ റേറ്റ്? അത് 65,000. 65,000 രൂപ കിട്ടോ വെസ്പ. അത് നമുക്ക് 60 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 60,000 ലോൺ കയറാം. അടുത്ത വണ്ടി ഇത് റാസെറ്റാർ. റേസെറ്റാർ യമഹന്റെ. എങ്ങനെയാണ്? 2021. 21 മോഡലാണ്. എത്ര ഓടി ഏകദേശം? അത് 16,000 ഓടിയ. 16,000 കിലോമീറ്റർ വണ്ടി. എങ്ങനെയാ റേറ്റ് വരുന്നത്? 58,000. 58,000 രൂപ റെസെറ്റാർ. നല്ല നീറ്റ് വണ്ടിയാണോ അല്ലേ? നല്ല വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. ചില വണ്ടികളുണ്ട്. ക്രക്സ് ഉണ്ട് 2013 വണ്ടികൾ. 2013 14 ഡെലിവറിയാ. എങ്ങനെയാ റേറ്റ് വരുന്നതിന്? ഇത് നമുക്ക് 15 രൂപ. 15,000 രൂപ അല്ലേ? യമഹേന്റെ ഉണ്ടല്ലോ? യമഹേന്റെ ക്രക്സ്. 15,000 രൂപക്ക് നല്ല വണ്ടിയാ. ഓണർഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ് ഓണർ ആണ്. അപ്പൊ വലിയ കുഴപ്പമില്ല. പിന്നെ അൽഫ ഉണ്ട് 19 രൂപ. 2014 ആൽഫ 19,000 രൂപ അല്ലേ? അടുത്ത് 2011 മോഡല്. 2011 34 രൂപ. 34,000 രൂപ അല്ലേ? 2011 മോഡല്. അടുത്ത് അത് ആക്സസ് 2016. 2016 ആക്സസ് അല്ലേ? ഇതെങ്ങനെയാണ് ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. എത്ര ഏകദേശം ഓടി ഉണ്ടാവും? ഇത് നമുക്ക് 36 ഓടിയിട്ടുണ്ട്. 36,000. എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് വരുന്ന പ്രൈസ് 36,000 രൂപ അല്ലേ? 36,000 രൂപ ആക്സസ്. അടുത്തോ ഏവിയേറ്റർ 2019. 2019 ഏവിയേറ്റർ അല്ലേ? ഓണർഷിപ്പ് എങ്ങനെയാ വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ 22,000 കിലോമീറ്റർ. ഇത് നമുക്ക് പ്രൈസ് 46,000. 46,000 രൂപക്ക് ഏവിയേറ്റർ വണ്ടി. അത്യാവശ്യം നല്ല നീറ്റാ അല്ലേ? കണ്ടീഷൻ വണ്ടി. വണ്ടി. അടുത്ത് ഇത് 2021 ആക്റ്റീവ. 2021 മോഡൽ ആക്റ്റീവ 60 ആണ്. എങ്ങനെയാണ് ഇത് വരുന്ന പ്രൈസ്? നമുക്ക് 68 രൂപ. 68,000 രൂപക്ക് അല്ലേ? അപ്പൊ 68,000 രൂപക്ക് 21 മോഡൽ ആക്റ്റീവ കേട്ടോ. നമുക്ക് TVS. ഇത് ജുപ്പിറ്റർ 2019. 2019 ജൂപ്പിറ്റർ അല്ലേ? സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ ഉണ്ട്. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് 46.
46,000 രൂപക്ക് ജൂപ്പിറ്റർ കേട്ടോ. അതൊക്കെ ഫുൾ ഓൺ കയറും കേട്ടോ. നമുക്ക് ഫുൾ ഓൺ കയറും. ഇപ്പൊ ഫുൾ ഓൺ കയറുന്ന വണ്ടിയാണ് നമുക്ക്. അപ്പൊ ഒന്നും വേണ്ട, വന്നെടുത്ത് പോവാം. അടുത്ത് ഇത് 2013 മാസ്ട്രോ. 2013 മോഡൽ മാസ്ട്രോ. ഓണർഷിപ്പ് എങ്ങനെ വരുന്നത്? സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ ആണ്. നല്ല നീറ്റ് വണ്ടിയാണല്ലോ. കേൾപ്പാവുന്ന വണ്ടിയാണ്. എത്ര ഓടിയുണ്ട് ഏകദേശം? അത് ഓട്ടം 40 മുകളിൽ ഓടിയിട്ടുണ്ട്. എങ്ങനെയാ റേറ്റ് വരുന്നത്? അത് നമുക്ക് വരുന്ന പ്രൈസ് 15 രൂപ. 15,000 രൂപ കേട്ടോ. അടുത്ത് ഇത് 2022 സ്പ്ലെൻഡർ. 2022 മോഡൽ സ്പ്ലെൻഡർ. നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടി അല്ലേ? ഏകദേശം എത്ര ഓടി ഉണ്ടാവുക? അത് 16,000. 16,000 കിലോമീറ്റർ വണ്ടിയാണ്. എങ്ങനെ നമ്മളെ റേറ്റ് വരുന്നത്? 60 രൂപ. 65,000 രൂപ കേട്ടോ. സ്പ്ലെൻഡർ 16,000 കിലോമീറ്റർ വണ്ടി. അത് 60 രൂപ ലോൺ ചെയ്യട്ടെ നമുക്ക്. 5,000 രൂപ വണ്ടി ഇറക്കാം. അപ്പോൾ 5,000 രൂപ നമുക്ക് സ്പ്ലെൻഡർ ഇറക്കാം. അടുത്ത 2022 സെയിം റേറ്റ് എങ്ങനെയാ? സെയിം റേറ്റ്. എത്ര ഓടിന് വണ്ടി? ഇത് 7,000 ഓടിയിട്ടുള്ളൂ. 7,000 കിലോമീറ്റർ ഓടുന്നു അല്ലേ? ഇതും 60 രൂപ ലോൺ ചെയ്യാം നമുക്ക്. 60 രൂപ. ഇതിനൊക്കെ എങ്ങനെ മൈലേജ് ഇപ്പൊ എന്ത് കിട്ടും? ഇതൊക്കെ 70 മൈലേജ് കിട്ടും. 70 അടുത്ത് മൈലേജ് വരുന്ന വണ്ടിയാണ്. അടുത്ത് ഇത് ഡിലക്സ് 2019. 2019 HF ഡിലക്സ് അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. എത്ര ഓടിന് വണ്ടി ശേഷം? ഇത് നമുക്ക് ഓട്ടോ 57. 57,000 കിലോമീറ്റർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. എങ്ങനെയൊക്കെ റേറ്റ് വരുന്നത്? ഇത് 42 രൂപ. 42,000 രൂപ കേട്ടോ. 35 രൂപ ലോൺ ചെയ്യട്ടെ നമുക്ക്. 35,000 ലോൺ വരും. യൂണിക്കോൺ 2012. 2012 യൂണിക്കോൺ സെക്കൻഡ് ഓണർ ആണ്. എത്ര ഓടി ഉണ്ടാവും? അത് ഓട്ടോ ഓടി ഉണ്ടാവും അല്ലേ? എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് വരുന്ന പ്രൈസ് 28. 28,000 രൂപക്ക് യൂണിക്കോൺ കേട്ടോ. നല്ല നീറ്റ് വണ്ടിയാണല്ലോ അല്ലേ? നല്ല വണ്ടിയാ. എക്സ്പൾസ് 2019 ആണ്. 19 എക്സ്പൾസ്. ഇത് KL1 ആണോ? സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. എത്ര ഓടി വണ്ടി ശേഷം? അത് 35 ഓടിയിട്ടുണ്ട്. 35,000 കിലോമീറ്റർ വണ്ടിയാണ്. എങ്ങനെ നമുക്ക് എക്സ്പൾസിന് റേറ്റ്? 75. 75,000 രൂപയ്ക്ക് എക്സ്പൾസ് കിട്ടോ. തണ്ടർബേർഡ് എങ്ങനെയാണ്? 2019. 19 തണ്ടർബേർഡ്. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണറോ? ഫസ്റ്റ് ഓണർ. എത്ര ഓടിന് വണ്ടി? അത് 18,000. 18,000 ആകെ ഓടിയുള്ളൂ. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് ABS ടൈപ്പ് കേട്ടോ. ഇത് നമുക്ക് 1,10,000. 1,10,000 രൂപ കിട്ടോ. നീറ്റ് തണ്ടർബേർഡ്. 2022 ജൂപ്പിറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എത്ര ഓടി? 6,000 കിലോമീറ്റർ. 6,000 ആകെ ഓടിയുള്ളൂ. ആകെ 6,000 കിലോമീറ്റർ ജൂപ്പിറ്റർ. നിർത്തിയിട്ട് വണ്ടിയാണോ? അല്ലല്ല, അത് ബാങ്കിന്റെ ആണ്. ഓക്കെ. വേറെ ഓർ നിർത്തിയിട്ടൊന്നുമില്ല. അങ്ങനെ സെൽഫ് യൂസ് ആണ്. റേറ്റ് എങ്ങനെയായിരുന്നു? അത് നമുക്ക് 70,000 രൂപ. 70,000. 62,000 നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 62,000 രൂപ ലോൺ. 8,000 രൂപ വണ്ടി ഇറക്കി കൊടുക്കാം. ഓക്കെ. 8,000 രൂപ നല്ലൊരു കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടി കേട്ടോ. ഇത് 2021. 21 മോഡല്. എങ്ങനെയാണ് ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 19,000 കിലോമീറ്റർ. റേറ്റ് എങ്ങനെയൊക്കെ? അത് നമുക്ക് 65. 65,000 രൂപ കേട്ടോ. അടുത്ത് ഇത് 2017 ആക്റ്റീവ. 2017 ആക്റ്റീവ അല്ലേ? 4G ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 38,000 ഓടിയിട്ടുണ്ട്. അത് നമുക്ക് വരുന്ന പ്രൈസ് എത്രയാണ്? 40,000 രൂപ. 40,000 രൂപ അല്ലേ? 32,000 ലോൺ ചെയ്ത് 8,000 രൂപ വണ്ടി ഇറക്കി കൊടുക്കും. 8,000 രൂപ വണ്ടി ഇറക്കാം. 40,000 രൂപ കിട്ടോ വണ്ടി ഉണ്ടല്ലേ? ഇത് റാസിഡാർ 2018 മോഡൽ. 18 റാസിഡാർ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. എത്ര ഓടിന്റെ വണ്ടി? ഇത് 42,000 ഓടിയിട്ടുണ്ട്. എങ്ങനെയാ റേറ്റ് വന്നേക്കാം? അത് നമുക്ക് വരുന്ന പ്രൈസ് 35. 35,000 രൂപക്ക് 30,000 രൂപ ലോൺ ചെയ്ത് 5,000 രൂപ വണ്ടി ഇറക്കി കൊടുക്കാം. 5,000 ഉണ്ടെങ്കിൽ ഈ റാസിഡാർ ഇറക്കട്ടോ വണ്ടി. അടുത്ത് 2018 അല്ലേ? ആക്സസ് സിംഗിൾ ഓണർ വണ്ടി. എത്ര ഓടിയുണ്ട്? 42,000 ഓടിയിട്ടുണ്ട്. 42,000 വണ്ടി. 48,000 പ്രൈസ് വരും. 42,000 രൂപ അല്ലേ? 43 രൂപ ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. 5,000 രൂപ വണ്ടി ഇറക്കി കൊടുക്കാം. 5,000 രൂപ ആക്സസ് ഇറക്കാം. ഫാസിനോ എങ്ങനെയാണ്? 2018 മോഡൽ. 18 ഫാസിനോ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. എത്ര ഓടിന്റെ വണ്ടി ഏകദേശം? വണ്ടി 42,000 ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് 38 വരും പ്രൈസ്. ഇത് നമുക്ക് ഒരു 33 രൂപ 32 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ഇത് 2021 റാസിഡാർ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ഹൈബ്രിഡ് ആണ്. ഇത് 60 രൂപ വരും. ഇത് 22,000 ഓടിയത്. പിന്നെ ഇത് 2019 ഡബിൾ ഡിസ്ക് വരുന്നതാണ്. ഇതൊക്കെ മാറ്റാനുള്ള ആട്ടോ. ഇതൊക്കെ മാറ്റി തരും. ഇതിപ്പോ വണ്ടി വന്നിട്ടുള്ളൂ. വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ്. ഡബിൾ ഡിസ്ക് ആണ്. പിന്നെ ഇത് നമുക്ക് വരുന്ന പ്രൈസ് 48,000 രൂപ 2019 മോഡലാട്ടോ. ഇത് 2021 ജൂപ്പിറ്റർ. 21 മോഡൽ ജൂപ്പിറ്റർ. അത് നമുക്ക് സിംഗിൾ ഓണർ വണ്ടിയാണ്.
ഇത് 18,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഇത് നമുക്ക് വരുന്ന പ്രൈസ് 65,000. ഇത് ആക്സസ് 2017 മോഡൽ. 2017 ആക്സസ്. സിംഗിൾ ഓണർ വണ്ടി. 38,000 ഓടിയിട്ടുണ്ട്. ഇത് വരുന്ന പ്രൈസ് നമുക്ക് 40,000 റുപ്യ. 35,000 ലോൺ ചെയ്ത് കൊടുക്കാം. 35,000 രൂപ ലോൺ വരുന്നുണ്ടാണ്. ഇത് 2018 ഡബിൾ ഡിസ്ക് വരുന്ന 150 പൾസർ സിംഗിൾ ഓണർ വണ്ടിയാണ്. 48,000 ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് വരുന്ന പ്രൈസ് 42,000 രൂപ. അത് നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കട്ടോ. അടുത്ത് ഇത് 2021 പ്ലഷർ പ്ലസ് 21 മോഡലാണ്. എത്ര ഓടിയുണ്ട് വണ്ടി? 22,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടി. എങ്ങനെയാ റേറ്റ്? ഇത് നമുക്ക് 53,000 രൂപ അല്ലേ? നല്ല കളർ ഇട്ടോ വണ്ടി. അടുത്ത് ഇത് 2021 ക്ലാസിക് ജുപ്പിറ്റർ 21 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് വരുന്ന 66 ഇത് നമുക്ക് 60 റുപ്യ ലോൺ ചെയ്ത് കൊടുക്കാം. 6,000 റുപ്യ വണ്ടി കൊടുക്കാം. നമ്മുടെ ലോണിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ലോൺ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 80%, 80%, 90% വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ നമുക്ക് മെയിനായിട്ട് ചെയ്യുന്ന ബൈക്ക് ബസാറാണ്. അവർക്ക് ഡോക്യുമെന്റ് കുറവാണ്. ആധാർ കാർഡ്, പാസ്ബുക്ക്, പാൻ കാർഡ്, പിന്നെ സിവിൽ സ്കോർ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളൂ. വേറെ ഡോക്യുമെന്റ് വേണ്ട, ഗ്യാരണ്ടർ വേണ്ട, ഒന്നും വേണ്ട. ഈ സിവിൽ ഇല്ലാത്തവരാണെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. പക്ഷെ എമൗണ്ട് കുറയും. പിന്നെ പലിശ കൂടുവോ? ഇല്ല, പലിശ ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഇവർക്ക് വരുന്നതിനെക്കാട്ടിലും 2% കൂടും. അത്രയ്ക്ക് വ്യത്യാസം വരുള്ളൂ അല്ലേ? അപ്പൊ സിവിൽ ഉള്ളവർക്കാണെങ്കിലും ഇല്ലാത്തവർക്കാണെങ്കിലും നമുക്ക് ലോൺ. പിന്നെ ലോണിന്റെ ഇല്ലാത്ത ഏരിയ കാസർഗോഡ്, വയനാട്. അത് വെച്ച് ബാക്കി ഈ 2 സ്ഥലത്തേക്ക് ലോൺ ഇപ്പൊ ചെയ്യുന്നില്ല. ഇപ്പൊ ഇത് നിർത്തിയതാണ്. വയനാട് ചെയ്യുന്ന ടീമുണ്ട്. പക്ഷെ അത് നികുതി ഷീറ്റ് വേണം. ലാൻഡ് ടാക്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വയനാട് ചെയ്ത് കൊടുക്കാം. വേറെ ടീമാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളും ചെയ്ത് കൊടുക്കും. ഓക്കെ, ബാക്കി എല്ലാ സ്ഥലത്തും ചെയ്ത് കൊടുക്കുമെന്നാണ്. പിന്നെ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ? കറക്റ്റ് ലൊക്കേഷൻ കോഴിക്കോട് നിന്ന് വരുമ്പോൾ പുഷ്പ തിയേറ്റർ, പുഷ്പ ജംഗ്ഷൻ കഴിഞ്ഞ അടുത്ത ബസ് സ്റ്റോപ്പ് വട്ടാംപൊയിൽ. നമ്മുടെ കല്ലായിപ്പാലം കയറുന്ന തൊട്ട് മുന്നേ ടൗണിൽ നിന്ന് ബേപ്പൂരെ പോവാണെങ്കിൽ വട്ടാംപൊയിൽ പുഷ്പ ജംഗ്ഷൻ കഴിഞ്ഞ് ജാംജും സൂപ്പർ മാർക്കറ്റ് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ്. ഇനി അവിടുന്ന് വരികയാണെങ്കിൽ കല്ലായി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ബസ് സ്റ്റോപ്പ്. അപ്പൊ ഞാൻ നിൽക്കുന്ന നമ്പർ കൊടുക്കാം. സബ്സ്ക്രൈബേഴ്സ് പറ്റുന്ന മാക്സിമം ചെയ്ത് കൊടുക്കാം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.